സൗഹാർദ്ദത്തിനും പരസ്പര ബന്ധങ്ങൾക്കും വിഘാതമുണ്ടാക്കുന്നതാണ്. RSS ആണ് ഇതിൻ്റെ പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ അവർ പ്രദർശനത്തിന് മുന്നോട്ട് വയ്ക്കുക. ഇതൊന്നും കേരള ജനത അംഗീകരിക്കില്ല. അതിൽ ചിലർ വീണു പോകുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഇവരുടെ ഈ നീക്കത്തിൽ? ഇതൊക്കെ നിസ്സാരമാണെന്നേ. ആളുകൾ ഇപ്പോൾ വിഷം കുടിച്ച് മരിക്കുന്നുണ്ട്. വിഷം കുടിച്ചാൽ മരിക്കുമെന്ന് അറിയുന്ന ആളുകൾ തന്നെയല്ലേ ഇടയ്ക്ക് അബദ്ധം പറ്റിപ്പോകുന്നത്. അതൊന്നും പ്രശ്നമല്ല. ആദ്യമായി എല്ലാവർക്കും ഈദാശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് ഈ ദിനത്തിൻ്റെ പ്രാധാന്യമാണ് ഇമാമിൻ്റെ സംസാരത്തിലെല്ലാം വളരെ വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ജനാധിപത്യ മതേതര ഭരണകൂടം ഇന്ത്യയിൽ വേണമെന്നാണ് അതിൻ്റെ സാരാംശം. അതിനുവേണ്ടി നിലകൊള്ളുന്ന ജനത ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം പൈതൃകം അതായിരുന്നു. അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു ദിനമായി ഇന്ന് മാറ്റണം എന്നാണ് ഈദ് സന്ദേശത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പ്രാർത്ഥനയിലൊക്കെ കേരള സ്റ്റോറിയാണ് പ്രധാനപ്പെട്ട സംസാര വിഷയമാറുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാറുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ അത് പറഞ്ഞു. കേരളത്തിൻ്റെ സ്റ്റോറി അതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യേകിച്ച് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതൊരു കേരളത്തിൽ അനുവദിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ ഒരു നമ്മുടെ മഹിതമായ പാരമ്പര്യമുണ്ട്. ഒരു മതേതര പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ബോധപൂർവമായ ശ്രമമാണ്. അതുകൊണ്ട് ആ ശ്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് പോകണം. എല്ലാവരും സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു സംരക്ഷണം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്.